നമസ്കാരം, ഞാൻ ഡോക്ടർ കൃഷ്ണപ്രിയ, നിരാമയ ആയുർവേദ ക്ലിനിക്, നീലേശ്വരം. നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, കുടലിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ ഗട്ടിൽ ധാരാളം മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഈ ഗട്ട് മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഡൈജഷനും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്ത് ഗെയിൻ ചെയ്യാനും വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ അടിക്കടി ഉണ്ടാകുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ യൂസേജ് കാരണം അതുപോലെ തന്നെ പ്രോസസ്സ് ഫുഡ് ധാരാളം കഴിക്കുന്നതുകൊണ്ടും സ്ട്രെസ്സൊക്കെ കാരണം ഈ ഗട്ട് മൈക്രോ ഓർഗാനിസംസ് കുറയുകയും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കാണാറുണ്ട്. ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ഡയറ്റിൽ പ്രീബയോട്ടിക്സും പ്രോബയോട്ടിക്സും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്താണ് പ്രോബയോട്ടിക്സ്? നമ്മുടെ ഗട്ടിലുള്ള ലിവിങ് മൈക്രോ ഓർഗാനിസംസ് ആണ് പ്രോബയോട്ടിക്സ്. പ്രീബയോട്ടിക്സ് എന്താണ്? മൈക്രോ ഓർഗാനിസംസിൻ്റെ ഗ്രോത്തിനും മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ടുള്ള ഫുഡ് സോഴ്സാണ് പ്രീബയോട്ടിക്സ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗട്ടിനെ ഒരു ഗാർഡനായിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ നമ്മൾ വിത്ത് വിതയ്ക്കും. ആ വിത്തിനെ പ്രോബയോട്ടിക്സ് ആയിട്ടും ആ വിത്ത് വളരെ ആവശ്യമായിട്ടുള്ള വളവും വെള്ളവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് നമുക്ക് പ്രീബയോട്ടിക്സ് ആയിട്ടും കൺസിഡർ ചെയ്യാം. സോ ഇതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് പ്രോബയോട്ടിക്സിൻ്റെ നോക്കാം. ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ലിവിങ് ഓർഗാനിസംസ് ഉള്ള ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിന് നമുക്ക് പ്രോബയോട്ടിക് ഫുഡ് ഐറ്റംസ് എന്ന് പറയാം. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തൈര്. തൈര് നമ്മൾ നാടൻ തൈര് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ധാരാളം കാൽഷ്യം, വൈറ്റമിൻ ഡി, സിങ്ക്, വൈറ്റമിൻ ബിയും അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ കേർഡ് നമുക്ക് ഡെയിലി ലഞ്ചിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ്. രാത്രി തൈര് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ കേർഡ് റൈസ് ആയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ തൈര് കഴിക്കാവുന്നതാണ്. ഗ്ലൂട്ടൻ ഇൻടോളറൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ തൈര് കഴിക്കുമ്പം ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഇനി മറ്റൊന്നാണ് മോര്. കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് മോര്. ലാക്ടോസ് ഇൻടോളറൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു കാൽഷ്യത്തിൻ്റെ ഒരു ബെറ്റർ ആൾട്ടർനേറ്റീവ് ആണ് മോരിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യുകയും നമ്മുടെ ബോഡിയിൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ഇതിൽ ധാരാളം പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥം. പ്രധാനപ്പെട്ട ഉപ്പിലിട്ട മാങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക, അതുപോലെ ഒലീവ്. ഇപ്പോൾ അതൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതും ഈ ലാക്ടോബാസിലസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗട്ട് ബാക്ടീരിയാസിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി വളരെ സഹായകമാണ്. ഫെർമെൻറ്റഡ് പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് പ്രോബയോട്ടിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉള്ള ഫുഡ് ഐറ്റംസ് മാത്രമാണ് പ്രോബയോട്ടിക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് ഈ പുളിപ്പിച്ച മാവ് നമുക്ക് പ്രോബയോട്ടിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം പുളിപ്പിച്ച മാവ് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഈ ബാക്ടീരിയാസ് നശിക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രോബയോട്ടിക് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി സാധ്യമല്ല. ഇനി എന്താണ് പ്രീബയോട്ടിക്സ്? ഫൈബർ റിച്ച് ഫുഡ് ഐറ്റംസ് നമുക്ക് പ്രീബയോട്ടിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ എല്ലാ ഫൈബർ റിച്ച് ഫുഡും പ്രീബയോട്ടിക്സ് അല്ല. നോൺ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഫൈബർ റിച്ച് ഫുഡാണ് പ്രീബയോട്ടിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ പറ്റാത്ത ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡ് ഐറ്റംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉള്ളി, വെളുത്തുള്ളി, ഓട്സ്, നല്ല പഴുത്ത പഴം, ആപ്പിൾ, ഫ്ലാക്സീഡ് ഇവയിലൊക്കെയാണ് ധാരാളമായിട്ട് പ്രീബയോട്ടിക്സ് അടങ്ങിയിരിക്കുന്നത്. പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ഡൈജഷൻ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഓവറോൾ ബെറ്റർ ഹെൽത്ത് റിഗെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് ഫുഡ് ഐറ്റംസ് ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓരോ ആൾക്കാരുടെയും ദഹന വ്യവസ്ഥ വ്യത്യസ്തമാണ്. സോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക്